ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടൊരു കാര്യമാണേ. അതായത് നമ്മുടെ ബിന്നിയും റെന ഫാത്തിമയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ആര്യന് ജിസേലിന്റെ അടുത്ത് എന്തോ ഉണ്ട്. അത് പറഞ്ഞത് നമ്മുടെ റെന ഫാത്തിമയാണ്. ഈ അനുമോളുടെ ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം ഞാൻ അവരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങിയിരുന്നു. സോ അപ്പോഴാണ് ഞാൻ ഇടയ്ക്കൊരു കാര്യം കണ്ടത്. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ആര്യൻ ജിസേലിന്റെ കൈ പിടിച്ചിട്ട് ദാ ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ട്. സോ അങ്ങനെ ആക്കണമെങ്കിൽ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലവോ അഫെക്ഷനോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാം. എനിക്കങ്ങനെ ഉറപ്പായിട്ട് പറയാൻ പറ്റൂല. അത് ആശ്വസിപ്പിക്കലാണോ ലവ് ആണോ നമുക്കറിയില്ലല്ലോ. എന്തായാലും അവർക്കിടയിൽ എന്തോ ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞത് ബിന്നിയാണ്. അപ്പോൾ നമ്മുടെ രന പറയുന്നുണ്ട്, ആക്ച്വലി അവർക്കിടയിൽ ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ട്, ഒരു കെമിസ്ട്രി ഉണ്ട്. പിന്നെ അത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല, ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, സോ എനിക്കിതിനകത്ത് ആശ്ചര്യം തോന്നിയ കാര്യം, ഇത് സംസാരിക്കുന്നത് ബിന്നിയും റെന ഫാത്തിമയും ആയതുകൊണ്ടാണ്. ഈ കാര്യം പിന്നെയും പറയുന്നത് നൂറയോ ആദിലയോ ആണെങ്കിൽ പിന്നെ മനസ്സിലാക്കാം. കാരണം അവർക്ക് ചെറിയ സംശയം അനുമോള് പറഞ്ഞതിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെയാണോ എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർ തമ്മിൽ സംസാരിച്ച പിന്നെ മനസ്സിലാക്കാം. അനുമോള് ഈ ഒരു ആരോപണം അവിടെ ഉന്നയിച്ച സമയത്ത് അതിനെ മുമ്പിൽ നിന്ന് ഉണ്ണിയാർച്ചയെ പോലെയും ചാൻസി റാണിയെ പോലെയും എതിർത്ത് വാൾപ്പയറ്റ് നടത്തിയ രണ്ടുപേരാണ് ബിന്നിയും റെന ഫാത്തിമയും. അനുമോളെ നവകേരളത്തിന്റെ കുലസ്ത്രീയാക്കി മാറ്റിയ ഈ രണ്ട് മഹിളാമണികളും മാറിയിരുന്ന് സംസാരിക്കുന്നതിനെ പക്ക മലയാളത്തിൽ പറഞ്ഞാൽ ഉത്സിത പരദൂഷണം പറച്ചില്ലെന്നേ പറയാൻ പറ്റൂ. അതായത് അനുമോള് പറഞ്ഞ അതേ പ്രവൃത്തി, അനുമോള് പരസ്യമായി പറഞ്ഞ കാര്യം രഹസ്യമായിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഇരുന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. മനസ്സിന്റെ ഉള്ളിന്റെ വടക്കേപ്പുറത്തെ കോണിൽ ഇങ്ങനത്തെ ചിന്തകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് അനുമോൾ ഇത് പറഞ്ഞപ്പോൾ വാളും പരിചയം കൊണ്ട് അതിനെ നേരിടാൻ ഇറങ്ങിയതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി ഇവരുടെ സംഭാഷണം കേട്ടതുകൊണ്ട് ഞാൻ പറയുന്നില്ല അനുമോള് പറഞ്ഞത് സത്യമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അനുമോൾ ഉമ്മ വെച്ചു എന്നാണ് പറഞ്ഞത്. ഇവർ രണ്ടുപേരും എന്തായാലും അതൊന്നും അല്ല പറയുന്നത്, കൈ പിടിച്ച് തടവുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഒരാളുടെ കൈ പിടിച്ചു എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവർക്കിടയിൽ കെമിസ്ട്രിയും ബയോളജിയൊക്കെ ഉണ്ടെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങനെയൊന്നും കണ്ടിട്ടുമില്ല. ഒരാളുടെ കൈ പിടിച്ചാൽ ഉടനെ ബയോളജിയോ കെമിസ്ട്രിയോ ഒക്കെ ആയിട്ടത് മാറുമോ എനിക്കറിയില്ല. എന്തായാലും ഇവർ രണ്ടുപേരും ഇപ്പം അങ്ങനെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഇത് എങ്ങോട്ട് പോകും എന്നുള്ളത്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ ഇതേ നിലപാടിൽ ഇവർ ഉറച്ചു നിൽക്കുമോ എന്നുള്ളതാണ് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇവർ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വീട്ടിലുള്ള ബാക്കിയുള്ളവർ മിക്കവാറും ഇവരെ പിടിച്ച് ഇറക്കി കയറ്റാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അനുമോൾ ഉറപ്പായിട്ടും ഇവരെ പാരച്ചൂട്ടി പറത്തി വിടാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം അമ്മാതിരി ഷോ ഓഫ് ആണ് അനുമോൾ ഇത് പറഞ്ഞപ്പോൾ ഇവരവിടെ എടുത്തത്. എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചർച്ച മറ്റൊരു വഴിക്ക് പോകുമായിരുന്നു. എന്തായാലും ബിന്നിയും റെന ഫാത്തിമയും ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ആര്യനും ജിസേലും തമ്മിൽ ഒരു മോശം റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരട്ടെ, അദ്ദേഹം വന്നിട്ട് ഇത് എങ്ങനെയാണ് ഈ ഒരു വിഷയം എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ബാക്കിയൊക്കെ അപ്പം നമുക്ക് സംസാരിക്കാം. എന്തായാലും ബിന്നിക്കും റെനയ്ക്കും ഒക്കെ ഇത് മനസ്സിലുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ കുറച്ച് ധൈര്യമൊക്കെ ആവാം. ഈ മാറിയിരുന്ന് പറയുന്ന സമയത്ത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വേണം ആ ധൈര്യവും തൻ്റെ ഇടവും ഒക്കെ കാണിക്കേണ്ടത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.